കേരളം ഉറ്റുനോക്കിയിരുന്ന ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ നിലമ്പൂർ ഇനി ഷൗക്കത്തിന്റെ സ്വരാജ്യം. ശക്തി കേന്ദ്രങ്ങളിലെല്ലാം ഇടതുമുന്നണിക്ക് കനത്ത തിരിച്ചടി ഏറ്റുവാങ്ങേണ്ടി വന്നു എന്ന് മാത്രമല്ല, 7 പഞ്ചായത്തുകളിൽ 6 മുന്നണി ഭരിക്കുന്ന നിലമ്പൂർ നഗരസഭയും ഇടതുമുന്നണിയെ കൈവിട്ടു. കരളായി ഒപ്പം നിന്നത് കരുളായി പഞ്ചായത്ത് മാത്രം. ഉപതെരഞ്ഞെടുപ്പ് ഫലം തങ്ങൾക്ക് അനുകൂലമാകുമെന്ന ശുഭപ്രതീക്ഷയോടെ രാഷ്ട്രീയ രാശിപ്പലകയിൽ കണക്കുകൾ കൂട്ടിയും കുറച്ചും തങ്ങൾ സമാഹരിച്ച വോട്ടുകളുടെ എണ്ണവും സ്വരാജിന്റെ ഭൂരിപക്ഷവും മറ്റ് സ്ഥാനാർത്ഥികൾക്ക് ബൂത്ത് തലങ്ങൾ മുതൽ കിട്ടുന്ന വോട്ടിംഗ് ശതമാനവും വരെ കൃത്യമായി പ്രവചിച്ച CPM മുന്നണിയുടെ സകല വിജയപ്രതീക്ഷകളുടെയും അടിവേരുകൾ പിഴുതെറിഞ്ഞ തെരഞ്ഞെടുപ്പ് ഫലമാണ് നിലമ്പൂരിൽ ഇത്തവണ രാഷ്ട്രീയ കേരളം കണ്ടത്. PV അൻവറിനെ നിസ്സാരനായി എഴുതി തള്ളിയ ഇടതു വലതു മുന്നണികളുടെ ചങ്കിടിപ്പ് കൂട്ടിയ പ്രകടനമാണ് ഇത്തവണ അൻവർ മണ്ഡലത്തിൽ കാഴ്ചവെച്ചത്. LDFന്റെയും UDFന്റെയും വോട്ട് ബാങ്കുകളിൽ നിർണായക സ്വാധീനം ചെലുത്തുവാൻ അൻവറിന് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതും ശ്രദ്ധേയമാണ്. 1987 മുതലുള്ള 3.5 പതിറ്റാണ്ടോളം UDFന്റെ കൈവെള്ളയിലായിരുന്ന മണ്ഡലമായിരുന്ന നിലമ്പൂരിൽ 2016ലും 2021ലും സ്വതന്ത്രനെ പരീക്ഷിച്ച് LDF അന്ന് നേടിയത് അട്ടിമറി വിജയവും. അതേ അൻവർ തന്നെ ഈ ഉപതെരഞ്ഞെടുപ്പിൽ LDFന്റെയും വേരറക്കുകയും ചെയ്തു. നിലമ്പൂർ മണ്ഡലത്തിലെ വനമേഖലയോട് ചേർന്നുള്ള കുടിയേറ്റ കർഷകർ അനുഭവിക്കുന്ന വന്യജീവി ആക്രമണങ്ങളും കൃഷിനാശവും കണ്ടില്ലെന്ന് നടിച്ച പിണറായി സർക്കാരിനോടുള്ള ഭരണവിരുദ്ധ വികാരമാണ് നിലമ്പൂരിൽ പ്രതിഫലിച്ചത്. രാഷ്ട്രീയ വിലപേശലിലൂടെ UDF പാളയത്തിലെത്തി MLAയും മന്ത്രിയുമൊക്കെ ആവാമെന്ന അൻവറിന്റെ സ്വപ്നം പൊലിഞ്ഞുപോയതിന് കാരണക്കാരനും PV അൻവർ തന്നെയായിരുന്നു. ഉപാധികളൊന്നും മുന്നോട്ട് വയ്ക്കാതെ UDFനൊപ്പം ചേർന്നു നിൽക്കുകയും ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയത്തിന് ഒപ്പം കൂടുകയും ചെയ്തിരുന്നെങ്കിൽ അൻവറിന് തിളക്കമുള്ള രാഷ്ട്രീയ ഭാവി ഉണ്ടാകുമായിരുന്നു. ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് ഫലം ഒരു കനത്ത രാഷ്ട്രീയ പ്രകരമാണ്. തൃക്കാക്കരയും പുതുപ്പള്ളിയും പാലക്കാടും നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ മിന്നും വിജയം നേടിയ സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തിയ UDF ഇപ്പോഴിതാ 9 കൊല്ലമായി CPM മുന്നണി കൈപ്പിടിയിലൊതുക്കി വച്ചിരുന്ന നിലമ്പൂരും സ്വന്തമാക്കിയിരിക്കുന്നു. LDFന്റെ കനത്ത തോൽവിക്ക് പിന്നിൽ ഭരണവിരുദ്ധ വികാരം ഒരു പ്രധാന ഘടകമായി മാറി എന്നത് വസ്തുതയാണ്. അവയിൽ പ്രധാനപ്പെട്ടവ ഇതൊക്കെയാണ്. പൊതുവിപണിയിലെ തീവിലയും മലയോര കുടിയേറ്റ കാർഷിക മേഖല നേരിടുന്ന പ്രയാസങ്ങളും തിരിച്ചറിയാൻ സർക്കാരിന് കഴിഞ്ഞില്ല. കാട്ടാനകളും കടുവയും പുലിയും പന്നിയും ഒക്കെ ചേർന്ന് കൊന്നവരുടെ കുടുംബങ്ങൾക്ക് 5-10 ലക്ഷങ്ങൾ വീതം നൽകിയതല്ലാതെ വനമേഖലയിൽ നിന്നുള്ള വന്യജീവി ആക്രമണങ്ങൾക്ക് ശാശ്വതമായ പരിഹാരമുണ്ടാക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ല. മലപ്പുറത്തെ കവളപ്പാറയിൽ ഉരുൾപൊട്ടൽ ദുരന്ത ഭൂമിയിൽ മുസ്ലിം ലീഗ് മുൻകൈയെടുത്ത് ദുരിതബാധിതർക്കായി പുനരധിവാസ വീടുകൾ നിർമ്മിച്ചു തുടങ്ങിയിട്ടും സർക്കാർ ഒരു നടപടിയും സ്വീകരിച്ചിരുന്നില്ല. പന്നിക്ക് വെച്ച കരണ്ട് കണിയിൽ വീണ് ഷോക്കേറ്റതിനെ തുടർന്ന് അനന്തു എന്ന കുട്ടി മരിച്ചതും നിലമ്പൂരിലെ ജനതയെ സർക്കാരിനെതിരെ വിധിയെഴുതാൻ പ്രേരിപ്പിച്ച പ്രധാന ഘടകമാണ്. മുന്നണിയിലെ മുഴുവൻ മന്ത്രിമാരും MLAമാരും 14 ജില്ലകളിൽ നിന്നുള്ള പാർട്ടി നേതാക്കളും പ്രവർത്തകരും അനുഭാവികളുമെല്ലാം എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചിട്ടും CPM മുന്നണിക്ക് മണ്ഡലം തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞില്ല. ഈ തെരഞ്ഞെടുപ്പ് ഫലത്തോടെ ഇടതുമുന്നണിയുടെ കേരളത്തിലെ രാഷ്ട്രീയ അജയ്യതയ്ക്ക് മങ്ങലേറ്റു തുടങ്ങും. മൂന്നാം പിണറായി സർക്കാർ എന്ന സ്വപ്നം ഇനി പൂവണിയാനുള്ള സാധ്യതയും ഇല്ലാതാക്കിയ തെരഞ്ഞെടുപ്പ് ഫലമാണ് നിലമ്പൂരിൽ ഇത്തവണ രാഷ്ട്രീയ കേരളം കണ്ടത്. UDFന്റെ ഈ വിജയം മുസ്ലിം ലീഗിന്റെ വിജയം കൂടിയാണെന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും അടക്കമുള്ള മുസ്ലിം ലീഗിന്റെ നേതാക്കളും പ്രവർത്തകരും ഇത്തവണ ആര്യാടൻ ഷൗക്കത്തിനെ വിജയിപ്പിക്കാൻ സജീവമായിരുന്നു. വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും 2026ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും UDFന് വിജയപ്രതീക്ഷ സമ്മാനിക്കുന്ന തെരഞ്ഞെടുപ്പ് കൂടിയാണ് നിലമ്പൂരിലേതെന്ന് പറയാതെ വയ്യ. PV അൻവർ 8% മുതൽ 15% വരെ വോട്ട് നേടുമെന്ന് പറഞ്ഞതും ആര്യാടൻ 46% മുതൽ 51% വരെ വോട്ടുകൾ സമാഹരിക്കുമെന്നും സ്വരാജിന് 35% മുതൽ 38% വരെ വോട്ടുകൾ ലഭിക്കുമെന്നും BJPക്ക് 4 മുതൽ 6% വരെ വോട്ടുകൾ കിട്ടുമെന്നും A to Z ന്യൂസ് കൃത്യമായി വിശകലനം ചെയ്തിരുന്നു. ആര്യാടൻ 44%-ത്തിലേറെയും സ്വരാജ് 35%-വും അൻവർ 11% വോട്ടുകളും BJP 5% വോട്ടുകൾ നേടിയതോടെ A to Z ന്യൂസിന്റെ രാഷ്ട്രീയ വിശകലനം 98%-വും കൃത്യതയുള്ളതായി മാറുകയും ചെയ്തു. ജൂൺ 22 രാത്രി 10 മണിക്ക് A to Z ന്യൂസ് മലയാളം പുറത്തുവിട്ട വാർത്തയിൽ നിലമ്പൂർ UDF തിരിച്ചുപിടിക്കുമെന്നും ആര്യാടനെ കാത്തിരിക്കുന്നത് മിന്നും വിജയമാണെന്നും പറഞ്ഞിരുന്നു. അൻവർ ഈ തിരഞ്ഞെടുപ്പിൽ ഇരുമുന്നണികളുടെ പെട്ടിയിൽ നിന്നും വോട്ടുകൾ ചോർത്തുമെന്ന് കൃത്യമായി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. സത്യസന്ധമായ വാർത്തയുടെ കാര്യത്തിൽ ഒരു പക്ഷവും ഞങ്ങൾക്കില്ല. ജനപക്ഷത്തിനൊപ്പമാണ് ഞങ്ങൾ. എപ്പോഴും രാഷ്ട്രീയ നിഷ്പക്ഷ നിലപാടാണ് ഈ ചാനലിനുള്ളത്. തുടർന്നുള്ള നാളുകളിലും പക്ഷവും പക്ഷപാതവുമില്ലാതെ വാർത്തകളിലൂടെ ജനശ്രദ്ധ ആകർഷിക്കുക എന്നതാണ് ലക്ഷ്യവും. A to Z ന്യൂസ് മലയാളം 24.